മമ്മൂട്ടീൻ്റെ ഒരു സിനിമയത്തെ ആ ഒരു പാട്ട് സീനിൽ മമ്മൂട്ടിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന അവസ്ഥയാണ് എനിക്ക്. ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കും, അയ്യോ എനിക്ക് ജോലിയില്ലല്ലോ, ഞാൻ എങ്ങനെ ഡാൻസ് കളിക്കും. അപ്പോൾ ഞാൻ ആ ഡാൻസ് കളിക്കുന്നതിനിടയ്ക്ക് എൻ്റെ മൈൻഡ് കട്ടാവും. ഞാൻ അങ്ങനെ ആലോചിക്കും, ഇതിലും വലുത് ഞാൻ എന്ത് വരാൻ. ആ ഒരു സമയത്ത് നമ്മൾ ഒന്നുമല്ല ഇട്ടുപോയ ആൾക്കാർക്കൊക്കെ ഒരു നല്ല മറുപടി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമാണ് ഇതൊക്കെ. നമുക്കിനി അടുത്ത ഒരു CCയുടെ ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് മൂവ്മെന്റ്സിലോട്ട് പോവാം. ഇത് CCയുടെ മറ്റൊരു സ്വകാര്യ അഭിമാനം കൂടിയാണ്. ഏറെ പ്രിയപ്പെട്ട എൻ്റെ CCയിലെ അധ്യാപകർ, അനധ്യാപകർ, ഇന്ന് എന്നെ പോലെ ഇവിടെ ഈ റാങ്കിൻ്റെ മൊമെൻ്റ് വാങ്ങാൻ എത്തിയ ഭാവിയിലെ ഉദ്യോഗാർത്ഥികൾ, പിന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ സ്വദേശിയാണ്. ഞാൻ ബേസിക്കലി പഠിക്കാൻ കുറച്ച് മടിയനാണ്. ഞാനിതിന് മുന്നേ PSC ആയിരുന്നു മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് 7 ലിസ്റ്റിലുണ്ടെന്ന് ഞാൻ 2.5 വർഷമായിട്ട് കോൺട്രാക്ട് ബേസിസിൽ വർക്ക് ചെയ്യുന്നുണ്ട് മലപ്പുറം കളക്ട്രേറ്റിൽ. അപ്പോൾ ആ സമയത്ത് ആ ജോലിക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ MSP റാങ്ക് ലിസ്റ്റ് എക്സാം എഴുതി കഴിഞ്ഞ് കിട്ടുന്നില്ല ഉറപ്പിലാണ് ഞാൻ ഒരു ജോലിക്ക് കയറിയത്. ഞാൻ എന്താണെങ്കിലും ഒരു ജോലിക്ക് കയറുകയാണെങ്കിൽ ഗവൺമെൻറ് സർവീസിൽ കയറണം എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇത് കിട്ടുന്നില്ല പ്രതീക്ഷയിലാണ് ഞാൻ അതിനെ ഇറങ്ങിയത്. അതിലിരിക്കുന്ന സമയത്താണ് ഫിസിക്കൽ വന്ന് ഫിസിക്കൽ പാസ്സായി 7ാമത്തെ ലിസ്റ്റ് ചെയ്യുന്നത്. അത് 547 റാങ്ക്. MSPയിൽ 547 സെക്കൻഡ് ബാച്ച് അല്ലെങ്കിൽ ഫസ്റ്റ് ബാച്ച് പോണ റാങ്കാണ്. ഞാൻ വന്നോണ്ടാണോന്ന് അറിയില്ല, സർക്കാർ 500 ആയപ്പോൾ നിർത്തി. അപ്പോൾ പിന്നെ അത് കിട്ടിയില്ല. അപ്പോൾ അത് കിട്ടാത്ത വന്ന സമയത്താണ് ഇനി എന്ത് ചെയ്യുന്നില്ല സാധനം എൻ്റെ മൈൻഡിലേക്ക് വന്നു. കാരണം അച്ഛൻ സർവീസിലാണ്, അമ്മ സർവീസിൽ, എൻ്റെ ഫാമിലി ഫുൾ എല്ലാവരും സർവീസിൽ. ഞാനും ഒരുമിച്ച് പഠിക്കാൻ ഇറങ്ങി. എൻ്റെ കസിൻസ് എല്ലാവരും അവരുടെ ഫോട്ടോസ് ഞാൻ ഇതേപോലെ സ്റ്റാറ്റസ് ഇടൽ തുടങ്ങി. എൻ്റെ ഫോട്ടോ എവിടെ ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ എനിക്കിങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ആ ഒരു സാധനം നമുക്ക് ഇങ്ങനെ വരുമല്ലോ ഓട്ടോമാറ്റിക്കലി. ആ സമയത്ത് കിടക്കുന്ന സമയത്ത് ഉറക്കമൊന്നും ശരിക്കും വരില്ല. മൂളിക്ക് നോക്കി ഇങ്ങനെ കിടക്കും, ആ ഫാൻ ഇങ്ങനെ കറങ്ങണത് കണ്ടുകൊണ്ട് കിടക്കും. വേറെ എന്താ നാളെ എന്ത് ചെയ്യും എന്നറിയില്ല. കാരണം നമ്മൾ കോൺട്രാക്റ്റിലാണ് വർക്ക് ചെയ്യണത്. അത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും. പിന്നെ നമ്മൾ PSCക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ, പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നാട്ടുകാർ ഫുൾ അറിയും PSC ആണ് പഠിക്കാൻ പോയതെന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ ചോദ്യമായി. ഇപ്പോൾ പോലീസിൻ്റെ ലിസ്റ്റിൽ ഇപ്പോഴും ചോദിക്കും എന്നോട്. ഈ പ്രോഗ്രാമിന് വരുന്നതിന് മുന്നേ തന്നെ ഇന്നലെ കണ്ടപ്പോൾ ചോദിച്ചു പോലീസിൻ്റെ ലിസ്റ്റ് എന്തായി. അത് കട്ടായിട്ട് 5 മാസമായി, ഇപ്പോഴും ആർക്കും അറിയില്ല. എല്ലാവർക്കും ഇതിങ്ങനെ നമ്മൾ ലിസ്റ്റിലുണ്ടെന്ന് അറിയുള്ളൂ, കിട്ടിയല്ലേ എന്നുള്ളത് അറിയില്ല. അപ്പോൾ എനിക്ക് ഈ ചോദ്യങ്ങൾ ഒരു എന്താ പറയുക, നമ്മളെ ആൾക്കാർക്ക് നമ്മളെ എന്താ പറയുക, നമുക്കൊരു സാധനം കിട്ടിയില്ല എന്ന് അറിയാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അതായത് നമ്മളൊന്നും ആയില്ല, കിട്ടിയില്ലല്ലേ. ഇപ്പം ഞാൻ വർക്ക് ചെയ്യണത് തന്നെ കോൺട്രാക്ട് ആയതുകൊണ്ട് എന്നോട് ചോദിക്കുക എവിടെ ചോദിക്കുമ്പോൾ പറയും കളക്ട്രേറ്റിലാണ്. അപ്പോൾ പറയും PSC ആണോ? അപ്പം പറയും അല്ല. അപ്പോൾ ചോദിക്കും സ്ഥിരമാണോ? അപ്പം ഞാൻ പറയും സ്ഥിരമാണ്, പക്ഷേ കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഒരു സുഖമുള്ള പോലെ ഇല്ല ആൾക്കാർ കുറേ ഉണ്ട്. നമ്മൾ ഒന്നും ആയില്ലല്ലോ എന്ന് നമ്മളെ കുറ്റപ്പെടുത്തി പറയുന്ന കുറേ ആൾക്കാർ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ വീട്ടിലെല്ലാവർക്കും ഗവൺമെൻറ് ജോലി ആയതുകൊണ്ട് തന്നെ ആ പ്രഷർ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജോലി ചെയ്യണത് ഈ ഇത്ര ടൈം 1.5 മണിക്കൂർ രാവിലെയും 1.5 മണിക്കൂർ വൈകുന്നേരം. പിന്നെ എല്ലാവരും വിചാരം ഗവൺമെൻറ് ജോലി ഭയങ്കര സുഖമാണെന്നാണ്, കോൺട്രാക്റ്റ് ആണെങ്കിലും. പക്ഷെ നമ്മൾ ഈ സിസ്റ്റത്തിന് മുന്നിൽ ഇരുന്ന് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് പഠിക്കണം. അപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് കണക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നമുക്ക് അതിനൊക്കെ ഒരു ഇതാണ്. കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും പഠിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആണ് പോകും. അപ്പോൾ പിന്നെ അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോഴാണ് ഞാൻ ഇനി എന്ത് ചെയ്യുന്നില്ല നോക്കുമ്പോൾ ഓൾറെഡി BCom കോർപ്പറേഷൻ ഉണ്ട്. ഞാൻ ആദ്യം ഫിനാൻസ് ചെയ്യുന്നു, പിന്നെ കോർപ്പറേഷൻ എടുത്തു. അപ്പോൾ ഞാൻ LD ടൈപ്പിസ്റ്റിൽ മലപ്പുറം ജില്ല ഞാൻ 146 റാങ്ക്. അതും ഇതേപോലെ തന്നെ ഒരു 130 ആയപ്പോൾ കട്ടായി. ഞാൻ PSCയിൽ ഏത് പരീക്ഷ ചെയ്തിട്ടുണ്ടോ അതൊക്കെ എൻ്റെ അടുത്ത് വരും, കട്ടാവും. അങ്ങനെ 7 ലിസ്റ്റിൽ വന്ന് എനിക്ക് കിട്ടാതെ. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ എല്ലാവരും എന്നോട് പറയാം അണക്കത്തിലും വലുത് എന്തോ വരാണ്ട്. ഞാൻ അങ്ങനെ ആലോചിക്കും ഇതിലും വലുത് ഞാൻ എന്ത് വരാൻ. അങ്ങനെ ഞാൻ പിന്നെ പരീക്ഷ നോക്കേ CBSE എക്സാം ആകുമ്പോൾ PSC പോലെ അത്ര സമയം എടുക്കില്ല. പെട്ടെന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നൊരു 6-7 മാസത്തിനുള്ളിൽ നമ്മൾ സർവീസിൽ കയറും. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ ഓൾറെഡി ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു എടാ എന്താ പോലീസിൻ്റെ അത് മൂഞ്ചെന്നാണ് തോന്നണേ, ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പറയാം, നിങ്ങൾ മലപ്പുറത്ത് ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ വരുമ്പോൾ പറയാറുന്നിട്ട് ഓം എന്നോട് പറഞ്ഞു ഇങ്ങനെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വന്നിട്ടുണ്ട് ഈ കൊടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൊടുത്തു കഴിഞ്ഞാണ്ട് ഞാൻ ഇങ്ങനെ അവനോട് ചോദിക്കും ഇതെന്നപ്പോൾ എനിക്കതിനെ പറ്റി വലിയ ഐഡിയ അല്ല. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കും എന്നാ ലാസ്റ്റ് ഡേറ്റ്. കാരണം എനിക്ക് പഠിക്കാൻ തുടങ്ങണമെങ്കിൽ ഇത് ലാസ്റ്റ് ഡേറ്റ് ആവണം. അതെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് തൊട്ടൊക്കെ ഞാൻ പഠിക്കുള്ളൂ. ഒരു തരം അങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെയാണ് എനിക്ക്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഓക്കെ ഇത്ര ദിവസമുള്ളൂ. അങ്ങനെ ഞാൻ ഓൾറെഡി പഠിക്കാനിരുന്നു. ആ സമയത്ത് തന്നെ എനിക്ക് LD ടൈപ്പിസ്റ്റ് ഞാൻ പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് അതൊരു ബേസിക് ഉണ്ട്. പിന്നെ PSC ഇത്ര പഠിച്ചുകൊണ്ടും GK എനിക്ക് കുറച്ചൊക്കെ അറിയാം. അപ്പോൾ
ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഒറ്റയ്ക്ക് നമ്മളെ റേഞ്ച് ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല. പിന്നെ ഇതിനാണെങ്കിൽ ആകെ കുറച്ച് 4 വേക്കൻസി കേരളത്തിൽ സ്റ്റേറ്റ് വൈഡ് എക്സാം. അപ്പോൾ ഞാൻ ആ സമയത്ത് യൂട്യൂബിൽ ഇതിൻ്റെ മുന്നേ തന്നെ പോലീസ് ഡ്രൈവറെ പരീക്ഷേൻ്റെ ഒക്കെ സമയത്ത് ഞാൻ ക്ലാസ് കാണുമ്പോൾ CCൻ്റെ ക്ലാസ് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഞാനിങ്ങനെ ഈ CCൻ്റെ ക്ലാസ് എനിക്ക് അങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്ത് വന്നു. ആ സമയത്താണ് ഞാനിങ്ങനെ ക്ലാസ് കണ്ടപ്പോൾ സുഭാഷ് സാറെ ക്ലാസ്സിൻ്റെ അങ്ങനെ ഏതോ സ്ക്രോളാണ് ഞാൻ കണ്ടത്. എനിക്ക് എക്സൽ അങ്ങനത്തെ ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവും, 40 മാർക്ക് GK, ബാക്കിയുള്ളത് എക്സൽ, വേർഡ്, പവർ പോയിന്റ് അങ്ങനെയൊക്കെ. അപ്പോൾ അത് കണ്ട സമയത്ത് എനിക്ക് തോന്നി ഒന്നും കൂടി, ഞാൻ വേറെ ക്ലാസ്സുകൾ നോക്കി, അതിലെനിക്ക് ഏറ്റവും ബെറ്ററായി തോന്നിയിട്ടില്ല CCൻ്റെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ CCയിൽ ജോയിൻ ചെയ്തു. CCയിൽ ജോയിൻ ചെയ്തതിന് ശേഷം CCൻ്റെ ക്ലാസ്സും എൻ്റെ പഠിത്തവും ഒക്കെ പാടെ മിക്സ് ആയിട്ടാണ് ഞാനിത് എത്തിയത്. പക്ഷേ പഠിക്കുന്ന സമയത്ത് എനിക്ക് വാശി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മടിയനാണെന്നുണ്ടെങ്കിലും, കാരണം ഇത് കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഇനി എന്ത് ചെയ്യുന്നില്ല അവസ്ഥ. കാരണം എനിക്ക് പഠിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് പഠിക്കാൻ പറയാമെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ഇറിറ്റേഷൻ. കാരണം നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ എങ്ങോട്ടും പോകാൻ പറ്റില്ല, ഒരു ടൂറ് മര്യാദയ്ക്ക് പോകാൻ പറ്റില്ല. ഞാൻ നമ്മൾ മറ്റേ എന്താ പറയുക, മമ്മൂട്ടീൻ്റെ ഒരു സിനിമയത്തെ ആ ഒരു പാട്ട് സീനിൽ മമ്മൂട്ടിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന അവസ്ഥയാണ് എനിക്ക്. ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കും, അയ്യോ എനിക്ക് ജോലിയില്ലല്ലോ, ഞാൻ എങ്ങനെ ഡാൻസ് കളിക്കും. അപ്പോൾ ഞാൻ ആ ഡാൻസ് കളിക്കുന്നതിനിടയ്ക്ക് എൻ്റെ മൈൻഡ് കട്ടാവും. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലോണ്ട് എനിക്ക് ജോലി കിട്ടൽ നിർബന്ധമായി. പിന്നെ അച്ഛൻ പറഞ്ഞു ജോലി കിട്ടിയാൽ എങ്ങോട്ട് അച്ഛൻ പോയി. അപ്പോൾ ഇപ്പം എന്നോട് രാത്രിയാകുമ്പോൾ എവിടെയാണെന്നൊന്നും ചോദിക്കലൊന്നുമില്ല. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് വന്ന് എനിക്ക് അഡ്വൈസ് കിട്ടി, അപ്പോയിൻമെൻറ്റ് അയച്ചിട്ടുണ്ട്. ഈ ബുധനാഴ്ച ഞാൻ ജോയിൻ ചെയ്യും. അരീക്കോട് സർവീസ് ബാങ്കിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി എന്താ ചെയ്തത് വെച്ചാൽ, ഞാൻ ഒരു ലിസ്റ്റിൽ വന്ന സമയത്ത് ഞാൻ പഠിച്ചിട്ട് എല്ലാവരും പറയും ഒരിക്കലും പഠിത്തം നമ്മൾ കയ്യിൽ അഡ്വൈസ് കിട്ടാതെ നിർത്തരുത്. ഞാൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്നു. ഞാൻ പഠിക്കും, ഇനി ആ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ തീരുമാനിക്കാം അതെനിക്ക് കിട്ടും. പക്ഷേ എനിക്കത് കിട്ടൂല. അപ്പോൾ അത് കഴിഞ്ഞ് കിട്ടൂല എന്ന് കാണുമ്പോൾ ഞാൻ അടുത്തതിന് പഠിക്കുകയുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഈ 7 എണ്ണത്തിൽ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടാൽ വന്നിട്ടില്ലേ. പിന്നെ ഇതൊന്നും കിട്ടൂല എന്ന് കണ്ട് എന്തെങ്കിലും ആയേ പറ്റുള്ളൂ. കാരണം നമ്മളെ ഇത്രയും തളർത്തിയ ആൾക്കാരെ മുന്നിൽ നമുക്ക് കഴിവുണ്ടെന്ന് കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ഇതിലെത്തണം. അപ്പോൾ അടിക്കുമ്പോൾ ബമ്പർ അടിക്കുക എന്ന് പറയുന്ന പോലെ 1ാം റാങ്ക് അടിച്ചു. അതിന് വളരെയധികം സന്തോഷം. ഞാൻ അതിന് CCയോട് കടപ്പെട്ടിരിക്കുമെന്നും. പിന്നെ അതേപോലെ തന്നെ ഇതൊരു പ്രചോദനമാണ് എല്ലാവർക്കും. നമ്മളിവിടെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്വപ്നം കണ്ട കാര്യങ്ങളാണിത്. കാരണം ഈ CCൻ്റെ ഇതേപോലത്തെ മീറ്റിൻ്റെ വീഡിയോ കാണുമ്പോൾ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഇതേപോലെ ഒരു സ്റ്റേജിൽ നിന്നിട്ട് ഒരു മൊമെൻ്റോ മേടിക്കും. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് എൻ്റെ വേറെ കൂട്ടുകാരൻ അവിടെ ആയിട്ട് വർക്ക് ചെയ്തവൻ ഫയർഫോഴ്സിൽ പോയ സമയത്ത് ഓൻ എഴുതിയിട്ട നോട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതേപോലെ തന്നെ ഓന് മൊമെൻ്റ് കൊടുത്തപ്പോഴൊക്കെ ഈ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ, കാരണം നമ്മൾ PSC ഫീൽഡ് അല്ലെങ്കിൽ എക്സാം ഇങ്ങനെ ഫീൽഡിലുള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ആയേ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതൊക്കെ മനസ്സിൽ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞാൻ രാവിലെ ബാങ്കിലേക്ക് പോകണം ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, ബാങ്കിലിരുന്ന് വർക്ക് ചെയ്യണ സ്വപ്നം കണ്ടിട്ടുണ്ട്. അതൊക്കെ സ്വപ്നം കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ പരീക്ഷയ്ക്ക് പഠിച്ചത്. അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ആ സ്ഥാനത്തെത്തും. പിന്നെ നമ്മളെ കുറ്റപ്പെടുത്തി നമ്മളൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മളെ നല്ല സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ ഒന്നുമില്ലാതെ ഇട്ടുപോയ ആൾക്കാർക്കൊക്കെ ഒരു നല്ല മറുപടി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമാണ് ഇതൊക്കെ. അങ്ങനെ പോയവരൊക്കെ ഇപ്പോൾ മോളിക്ക് നോക്കി നിൽക്കുന്നുണ്ട്. എൻ്റെ ഫ്ലെക്സ് 2 CC നിലമ്പൂർ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ആ ആൾക്കാരൊക്കെ ബസ് കയറാൻ പോകുമ്പോൾ എൻ്റെ ഫ്ലെക്സ് കണ്ടിട്ടാണ് ഇപ്പോൾ ബസ് കയറാൻ പോണത്. ആ ആൾക്കാർക്കൊക്കെ ഒരു മറുപടിയാണ് CC നാട്ടിൽ ചെയ്തത്. അതിനും എല്ലാവരോടും നന്ദി. പിന്നെ എനിക്ക് CCത്തെ എല്ലാ അധ്യാപകരും ഉണ്ട്, എന്നെ ആ ക്ലാസ് എടുത്ത ആൾക്കാർ, പിന്നെ ഇൻ്റർവ്യൂവിന് ക്ലാസ് എടുത്ത എൻ്റെ സാറ്, എല്ലാവരോടും, പിന്നെ ആശ മിസ്, എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. നാളെ ബാക്കിയുള്ളവർക്ക് ഇതേപോലെ ഈ വേദിയിലെത്തിയിട്ട് ഇതുപോലെ ബാക്കിയുള്ളവർക്കും സംസാരിച്ച് പ്രചോദനമാവാൻ പറ്റട്ടെ എന്ന് എല്ലാവരോടും ആശംസിക്കുന്നു.